അപ്പോൾ വിനീത് ശ്രീനിവാസൻ്റെ ഒരു ഫിലിമോഗ്രഫി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പടം മലർവാടി ആർട്സ് ക്ലബ്ബ്, അത് ഞാനും ഫ്രണ്ട്സും കൂടി തിയേറ്ററിൽ പോയി കണ്ട പടമാണ്. ഒരു കംപ്ലീറ്റ്ലി ഒരു മ്യൂസിക്കൽ പടമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എനിക്കതിൽ അജുവിനെയൊക്കെയാണ് ഇഷ്ടപ്പെട്ടുള്ളത്. പുള്ളിയുടെ ഡയറക്ഷൻ വൈസൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഓക്കെ ഫിലിമായിട്ടൊക്കെയാണ് തോന്നിയത്. ലൈക്ക് എനിക്ക് തോന്നിയില്ല ഇനിയൊരു രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പടമൊക്കെ വരുമെന്നൊക്കെ എനിക്ക് ഒട്ടും പ്രതീക്ഷ തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ടെടുത്ത പടമാണ് തട്ടത്തിൻ മറയത്ത്. എൻ്റെ മോനെ, അതിലുണ്ടാക്കിയ ആ ഒരു ഓളം എന്ന് പറയുന്നത് വേറെ ലെവലായിരുന്നു. ലൈക്ക് അതിനുശേഷം പിന്നീടുള്ള എല്ലാ പടത്തിലും ലവ് സ്റ്റോറിയായി അതിൻ്റെ മെയിൻ പ്രമേയം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ വന്നത് തിര. സോ നമ്മളിപ്പോൾ പറയാൻ പോകുന്ന പടം നോക്കുകയാണെങ്കിലും ഈ തിരയുടെ ഒരു സെക്കൻഡ് പാർട്ട് പോലെ ഫീൽ ചെയ്യുന്ന മീൻസ് ശ്രീനിവാസൻ്റെ ഒരു സെക്കൻഡ് തിര മോഡ് പടം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഉള്ളത് ജേക്കബിൻ്റെ സ്വർഗരാജ്യം. ഈ പടം എന്ന് പറയുന്നത് ഞാൻ എല്ലാവരും കൂടി എല്ലാവരും കൂടി കൊണ്ട് പോയിട്ടുള്ളൊരു പടമാണ്. ഫാമിലി പടം. അത് ഒരു ടൈപ്പ് ജോണറയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഒരെണ്ണം ലവ് സ്റ്റോറി കംപ്ലീറ്റ്ലി, മറ്റേതൊരു ഫ്രണ്ട്സ് മെയിൻലി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു പടം, പിന്നെ അത് ഒരു ത്രില്ലർ പടം, മറ്റേത് ഫാമിലി പടം, അങ്ങനത്തെയൊക്കെ. പിന്നെ ഉള്ളത് ഹൃദയം. ഷാൻ റഹ്മാൻ ഇല്ലാത്തതിൻ്റെ ഒരു ഭയങ്കര ഒരു ഫീല്, ഒരു വിഷമം എനിക്കതിനകത്തുണ്ടായിരുന്നു. പാട്ടൊക്കെ കൊള്ളാം, എല്ലാം അടിപൊളിയാണ്. പക്ഷേ ഷാൻ റഹ്മാൻ വാസ് വെരി മച്ച് മിസ്ഡ് ഇൻ ദാറ്റ് മൂവി. ഷാൻ റഹ്മാൻ ആയിരുന്നു ഒരു ബാക്ക് ബോൺ എന്ന് വേണമെങ്കിൽ പറയാം വിനീത് ശ്രീനിവാസൻ്റെ പടത്തിലുള്ളത്. പിന്നെയുള്ളത് വർഷങ്ങൾക്ക് ശേഷം, അതിലും വേറെ ആരുമാണ് മ്യൂസിക് ഡയറക്ടറല്ലേ. സ്റ്റിൽ വർഷങ്ങൾക്ക് ശേഷവും മ്യൂസിക്കലി എനിക്ക് അങ്ങോട്ട് കണക്റ്റ് ആയിട്ടില്ല. ജ്ഞാപകമൊന്നും ഓർമ്മിപ്പിക്കാതിരിക്കുക എന്നാണ് നല്ലത്. തുടക്കത്തിൽ ആ ധ്യാനിൻ്റെ കുറച്ച് തമാശയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളതൊക്കെ അങ്ങ് നോർമൽ ഒരു വൺ ടൈം കാണാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പടം തന്നെയാണ്. ദ നെക്സ്റ്റ് മൂവീസ് കരം. അപ്പോൾ ഷാൻ റഹ്മാനുണ്ട് എന്നുള്ളതാണ് ഇതിനകത്തുള്ള മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഷാനിൻ്റെ കുറേ സ്കോർ കാണും എന്നുള്ളത് ഉറപ്പാണ്. ജോമോൻ ടി ജോൺ ഉണ്ട് അതിൻ്റെ സിനിമാറ്റോഗ്രാഫർ. ടീമപ്പാണ്. ലൈക്ക് പണ്ടത്തെ ഒരു ഷാൻ, വിനീത്, ജോമോൻ ഒക്കെയുള്ളൊരു ടീമാണ്. അതെന്തായാലും അടിപൊളിയാവും എന്നുള്ള കാര്യം സംശയമില്ലാത്തതാണ്. സോ എനിവേ വിൽ ഗോ ബാക്ക് ടു ദ മൂവി റിവ്യൂ. യൂസ് ഹെഡ്ഫോൺസ്. ഓക്കെ. യാദവ്, ये सब क्या होता है? മെറിലാൻഡ് സിനിമാസ് ആൻഡ് ഹാബിറ്റ് ഓഫ് ലൈഫ്. ഇപ്പോൾ വിനീത് ശ്രീനിവാസൻ എടുക്കുന്ന പടങ്ങളെല്ലാം മെറിലാൻഡിൻ്റെ പടമാണെന്ന് തോന്നുന്നു. നോബിൾ ബാബു തോമസ് എന്നെന്തല്ലേ പേര്. നമ്മുടെ ഇതിനു മുമ്പുള്ളൊരു പടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ അന്നാബെൻ അഭിനയിച്ചിട്ടുള്ള പടത്തിലൊക്കെ. ക്യാമറ വർക്കൊക്കെ പോളി. ജോമോൻ ടി ജോൺ ഫ്രം ദി ഡയറക്ടർ ഓഫ് തിര. ഇൻറ്റിമേറ്റ് സീനൊക്കെ പൊളിക്കുന്നു. മനോജ് കെ ജയനിപ്പോൾ എല്ലാ പടത്തിലും വിഗില്ലാതെയാണ് അഭിനയിക്കുന്നത്. ജോണി ആൻ്റണിയൊക്കെ ഫുൾ കോമഡിയിൽ നിന്ന് മാറി ആക്ഷൻ ത്രില്ലർ ജോണറിലാക്കി. ബാബുരാജ് ചേട്ടൻ. ഇതാരും മറ്റേ ടോൺലി. മാർക്കോ എഫക്റ്റ്. ഫുൾ വയലൻസ് ആണല്ലോ. രക്തക്കറകൾ ഫുൾ പുരളുന്നു. കംപ്ലീറ്റ് ആക്ഷൻ. തിരയിൽ അന്ന് ധ്യാൻ ശ്രീനിവാസനായിരുന്നെങ്കിൽ ഇതിൽ നമ്മുടെ നോബിൾ ബാബു തോമസ്. സോറി, ഞാൻ നേരത്തെ വേറെ എന്തോ പേരൊക്കെയാണ് പറഞ്ഞത്. പിന്നെ നമ്മുടെ വിശാഖ് സുബ്രഹ്മണ്യൻ, വിനീത് ശ്രീനിവാസൻ. ഹാൻഡ് ഓഫ് ഗോഡ്, അതാണ് പടത്തിൻ്റെ പേര്, അഥവാ കരം. 25 സെപ്റ്റംബർ 2025 ഇറങ്ങും. മെറിലാൻഡ് സിനിമയാണ്.